നമസ്കാരം. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ വിവാഹത്തിനും വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് LICയുടെ ജീവൻ ലക്ഷ്യ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജീവൻ ലക്ഷ്യയെ ഞാൻ ഏറ്റവും മികച്ച പദ്ധതി എന്ന് പറയുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ ഇപ്പം നമുക്കറിയാം, ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഒന്ന് റിസ്ക് കവർ, മറ്റൊന്ന് സേവിങ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ലഭിക്കുന്നത്. അത് കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന, ദീർഘകാലത്തേക്ക് രക്ഷിതാക്കൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കവറേജ് നിലനിൽക്കുന്നതായിട്ടുള്ള പദ്ധതികളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ മറ്റ് പദ്ധതികളിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു ജീവൻ ലക്ഷ്യക്കുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് റിസ്ക് കവർ തന്നെയാണ്. മറ്റെല്ലാ പദ്ധതികളിലും റിസ്ക് കവർ എന്ന് പറയുമ്പോൾ രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ബൾക്കായിട്ടുള്ള തുക കുട്ടിക്ക് ആ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയാണ്. അതേ സ്ഥാനത്ത് ഈ ഒരു പദ്ധതിയിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതില് റിസ്ക് കവർ എന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു പ്ലാനാണ് എടുത്തതെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കുട്ടിയുടെ പേരിൽ 50 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരു പ്ലാന് തിരഞ്ഞെടുത്തു. കുട്ടിയെ ഏതുവരെ പഠിപ്പിക്കണമെന്ന് ദീർഘവീക്ഷണത്തോടു കൂടി പ്ലാൻ ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല പദ്ധതി. ഇപ്പോൾ ഇന്നൊരു MBBS അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകൾ പൂർത്തിയാകുമ്പോഴേക്ക് ഒരു 20 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കായിരിക്കും ഒട്ടുമിക്ക കുട്ടികൾക്കും. എൻട്രൻസിനൊക്കെ പോയി അല്ലെങ്കിൽ 1-2 വർഷം അത്തരം കോച്ചിങ്ങുകൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് അവരുദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ലാസ്റ്റ് ടൈം എത്തുന്ന സമയത്തേക്ക് ഒരു 25 വയസ്സിന്റെ ഉള്ളിലായിട്ടുണ്ടായിരിക്കും. അത് 30 വയസ്സിന്റെ വരെയും ഇന്ന് പല കുട്ടികളും പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. 25 വയസ്സാണ് നമ്മൾ അങ്ങനെ കാണുന്നെങ്കിൽ 25 വർഷത്തെ ഒരു പദ്ധതിയാണ് നമ്മൾ എടുത്തതെങ്കിൽ നമുക്കതിൽ കുറവ് കൂടുതലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് 25 വർഷത്തെ ഒരു പദ്ധതി എടുത്തു. ഒരു വർഷം കഴിയുന്ന സമയത്ത് ഒരു വർഷത്തെ പ്രീമിയം നമ്മൾ അടച്ചു. രണ്ടാമത്തെ വർഷം പ്രീമിയം അടയ്ക്കേണ്ട സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ കുട്ടിയുടെ പേരിലെടുത്തു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം, മരണം സംഭവിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ പിന്നീട് അങ്ങോട്ട് പ്രീമിയം അടയ്ക്കേണ്ട എന്നുള്ള പ്രീമിയം വേവർ ബെനിഫിറ്റ് ആണ് ഒന്നാമതായിട്ട് കിട്ടുന്നത്. അത് മറ്റു പദ്ധതികളിലുണ്ട്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തെ പ്രീമിയം അടയ്ക്കുന്ന ഡേറ്റ് മുതൽ ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നവരെ ഓരോ വർഷവും നമ്മളെടുത്ത 50 ലക്ഷത്തിന്റെ 10% വീതം, അതായത് 5 ലക്ഷം രൂപ വീതം ഓരോ വർഷം എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഒരു വർഷം 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അടുത്ത 24 വർഷം വരുന്ന സമയത്ത് 12 ലക്ഷം രൂപ അവിടെ കുട്ടിക്ക് കിട്ടി. ഇതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. അപ്പൊ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കുട്ടിയുടെ പഠനം കൊല്ലം ഈ 5 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നീടുള്ള ഈ പ്രീമിയം അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു കാലാവധി ആവുന്ന സമയത്ത് ഈ 50 ലക്ഷം രൂപയും അതിൻ്റെ ബോണസ് അടക്കമുള്ള എമൗണ്ട് 25ാമത്തെ വർഷം വീണ്ടും കുട്ടിക്ക് കിട്ടുകയാണ്. അപ്പൊ അവിടെ കുട്ടിയുടെ വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക്, ഇനി ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു ബൾക്കായിട്ടുള്ള എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കിട്ടുകയാണ്. അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്താണോ ആഗ്രഹിച്ച് അത് കൃത്യമായിട്ട് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നടക്കുന്നുള്ളൂ. ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇല്ലാത്ത സമയം വന്നു കഴിഞ്ഞാലും അവിടെ കൃത്യമായിട്ട് വർഷാവർഷം കൊടുക്കുന്ന 10%, അതോടൊപ്പം കാലാവധി ആവുന്ന സമയത്ത്
കിട്ടുന്ന എമൗണ്ട് കൊണ്ട് എൻ്റെ കുട്ടിയുടെ പഠനവും വിവാഹവും അല്ലെങ്കിൽ പഠനവും അവരുടെ ജോലി ഏതാവശ്യമാണോ നമ്മളെടുത്ത് അതവിടെ ഭംഗിയായിട്ട് നടക്കും. മറ്റ് എല്ലാ ഇൻഷുറൻസ് പദ്ധതികളിലും ഒരു ബൾക്ക് എമൗണ്ട് കിട്ടുമ്പോൾ അതോടുകൂടി അത് അവിടെ അവസാനിച്ചു. അത് രണ്ട് രീതിയിലായിരിക്കും. ഒന്ന്, മരണം സംഭവിച്ച ഉടനെ തന്നെ ഈ ബൾക്ക് എമൗണ്ട് കൊടുക്കും. അതല്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ പ്രായപൂർത്തിയായ സമയത്ത് ഒന്നിച്ച് കിട്ടുന്ന രീതിയിലേക്കാണ് മറ്റെല്ലാ പദ്ധതികളിലും ഉള്ളെങ്കിൽ, ഇവിടെ നമുക്ക് അന്ന് മുതൽ ഓരോ വർഷവും ഇതിന് 10% വെച്ചിട്ട് കിട്ടുന്ന സമയത്ത് ആ കുട്ടിയുടെ പഠനത്തിന് ഒരു തടസ്സം വരാത്ത രീതിയിൽ പോകുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്. ഇനി നമ്മൾ ഒന്നും സംഭവിക്കാതെ കാലാവധി കഴിയുന്നവരെ നമ്മൾ തുടർച്ചയായിട്ട് അടച്ചു പോവുകയാണെങ്കിൽ 3 വർഷം കുറവായിട്ട് അടച്ചാൽ മതി. 3 വർഷം കുറവായിട്ട് അടച്ചാൽ മതി. അതായത് 25 വർഷത്തേക്കാണെങ്കിൽ 22 വർഷം അടച്ചാൽ മതി, 20 വർഷത്തേക്കാണെങ്കിൽ 17 വർഷം അടച്ചാൽ മതി, 13 വർഷമാണെങ്കിൽ 10 വർഷം അടച്ചാൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കത് മാസം അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. EMI ആയിട്ട് നമുക്ക് ഈനാച്ചായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്വാർട്ടർലി അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹാഫ് ഇയർലി അടയ്ക്കാം, ഇയർലി ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു പ്രീമിയം അടയ്ക്കേണ്ടത് കാലാവധി ആവുന്നതിന് 3 വർഷം മുമ്പ് കഴിയുമെന്ന് പറഞ്ഞു. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള രക്ഷിതാക്കൾക്ക് ഈ പദ്ധതിയിൽ അംഗത്വം പറ്റും. ഈ പോളിസിയുടെ പ്രീമിയം അടവിന്റെ കാലാവധി, അതായത് പോളിസിയുടെ മെച്യൂരിറ്റി കാലാവധി എന്ന് പറയുന്നത് 13 വർഷം മുതൽ 25 വർഷം വരെ ഉണ്ട്. അത് നമുക്ക് ഏതാണ് കുട്ടികളുടെ ഏജ്, കുട്ടികൾക്ക് എപ്പോഴാണ് കിട്ടേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള റിസ്ക് കവറാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റ് റിസ്ക് കവറുകളുണ്ട്. പോളിസി ഉടമയുടെ അഭാവത്തിൽ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ നൽകുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഡെത്ത് വരുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ ഭാവിയിലുള്ള പ്രൊട്ടക്ഷൻ അവിടെ കൃത്യമായിട്ട് നടക്കുന്നു. ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയാണ്. PWB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ്. അതായത് അടച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാവിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നവരേക്ക് പിന്നെ പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ ഭാവി ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ ഓരോ വർഷവും അല്ലെങ്കിൽ കുട്ടിയെ ഏതുവരെ പഠിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഈ ഒരു പദ്ധതി ആ കാലാവധി ആവുന്ന സമയത്ത് ഒന്നിച്ചൊരു ബൾക്ക് എമൗണ്ട് കിട്ടുമ്പോൾ അതവിടെ ആഗ്രഹം പൂർത്തിയാവുന്നു. ഇനി വാർഷിക വരുമാനത്തിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ പോളിസി ഉടമയുടെ മരണശേഷം മെച്യൂരിറ്റി തീയതിക്ക് മുമ്പുള്ള ഓരോ പോളിസി വർഷത്തിലും 10% വീതം വാർഷിക വരുമാനമായിട്ട് നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒന്നും കൂടെ എടുത്തു പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ തന്നെ മരണാന്തര ആനുകൂല്യമായിട്ട് പോളിസി കാലാവധിക്ക് മുമ്പ് പോളിസി ഉടമ മരണപ്പെട്ടാൽ കുടുംബത്തിന് ആ മെച്യൂരിറ്റി എമൗണ്ട്, അതായത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഈ ഡെത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള കിട്ടുന്ന എമൗണ്ട് ഒരിക്കൽ കൂടെ കൊടുക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ കാലാവധി ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 3 കൊല്ലം കുറവായിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. കാലാവധി ആവുന്ന സമയത്ത് നമ്മൾ എത്ര ലക്ഷം രൂപയാണോ എടുത്തിട്ടുള്ളത് അതും അതിന്റെ ബോണസും കൂടെ കൂടിയിട്ടുള്ള തുകയാണ് അവിടെ കിട്ടുന്നത്. അത് ബോണസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷത്തേക്കാണോ എടുക്കുന്നത്, എത്രയാണ് വയസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിന്റെ പ്രീമിയം നിർണ്ണയിക്കുന്നതും അതിനുശേഷം വരുന്ന ബോണസ് ഡിക്ലെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ ആണ് നമുക്ക് ഇത് പറഞ്ഞു തരുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കിടക്കാത്തത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആക്സിഡന്റ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മറ്റൊരു വലിയ ബെനിഫിറ്റ് ആണ്. അതായത് ഒരു പോളിസി നമ്മൾ എടുത്തു അടച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇൻഷുറൻസ് കവറേജിലുള്ള വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് സംഭവിച്ചിട്ട് കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അടുത്ത 10 കൊല്ലത്തേക്ക് പ്രീമിയം അടയ്ക്കേണ്ടെന്ന് പറയും. ഈ 10 കൊല്ലം ഇതിന്റെ 10% നമുക്ക് തന്നെ തരും. കാരണം നമ്മുടെ ട്രീറ്റ്മെന്റിനും തന്നെ കുട്ടികളുടെ പഠനത്തിനും നമുക്ക് ഫണ്ട് വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇതെടുത്തിട്ടുള്ള വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ആയിട്ട് കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത 10 ഇൻഷുറൻസ് കവറേജ് ആയിട്ടുള്ള 50 ലക്ഷം രൂപയുടെ 10% 5 ലക്ഷം രൂപ വീതം അടുത്ത 10 വർഷത്തേക്ക് ഓരോ വർഷവും ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ 10 വർഷം കഴിയുന്ന സമയത്താണ് ഒന്നുകിൽ ഇദ്ദേഹം രക്ഷപ്പെടും അല്ലെങ്കിൽ മരണപ്പെട്ടു പോകും. ഈ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് തുടർന്ന് നമുക്ക്
രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് പ്രീമിയം അടയ്ക്കാം. മരണപ്പെടുകയാണെങ്കിൽ അന്ന് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കുട്ടിക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ടേം റൈഡറുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാൻ പറ്റും. ഈ ടേം റൈഡറുകൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു. ഇത് സേവിങ്സിനും നമുക്ക് കവറേജിനും കൂടെ കൂടിയിട്ടാണ്. പക്ഷെ നമുക്ക് 50 ലക്ഷം പോരാ, അത് 1 കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ വെറും ടേം റൈഡറായിട്ട് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ചെറിയ പ്രീമിയം ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഉയർന്ന ഇൻഷുറൻസ് കവറേജ് വേണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ ടേം റൈഡറായിട്ട് എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ആക്സിഡന്റ് സംഭവിച്ചിട്ട് കയ്യ്, കാല്, കണ്ണ് ഏതെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് ഉള്ള വ്യക്തികൾക്ക് 2 അവയവങ്ങൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഇൻഷുറൻസ് തുകയായിട്ടുള്ള 50 ലക്ഷം രൂപ 2 അവയവങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും. ഇനി ഒരു അവയവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായിട്ടുള്ള 25 ലക്ഷം രൂപയും അവിടെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാനും പറ്റും. നമ്മുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതലാക്കിക്കൊണ്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും നമ്മുടെ റിസ്ക് കവറും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പദ്ധതിയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. തിരിച്ചടക്കേണ്ടതില്ല. ഈ 10 കൊല്ലം കഴിയുന്ന സമയത്തേക്ക് 2 കാര്യങ്ങൾ സംഭവിക്കുക. ഒന്നുകിൽ ഇദ്ദേഹം രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുണ്ടാവും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നവരെ ഓരോ കൊല്ലം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കൊടുക്കും. ഒപ്പം തന്നെ കാലാവധി ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തുക, അതായത് എത്ര ലക്ഷം, 50 ലക്ഷം ആണെങ്കിൽ 50 ലക്ഷം അതിന് ബോണസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി രക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തുടർന്ന് അടച്ചോളം പറയും. പോളിസിയുടെ കാലാവധിയുടെ 3 വർഷം മുമ്പ് അടവ് നിർത്താം. കാലാവധിക്ക് ശേഷം ഈ പെൻഡിങ് വന്നതോ നമുക്ക് തന്നതായിട്ടുള്ള എമൗണ്ട് ഒന്നും പിടിക്കാതെ തന്നെ പൂർണ്ണമായിട്ടും ഈ 50 ലക്ഷം രൂപ അതിന്റെ ബോണസും കൂടെ കൊടുക്കും. ഇനി നമുക്ക് ആവശ്യമാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കിതൊന്ന് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് കയ്യെത്തും ദൂരത്ത് ഒരു എമൗണ്ട് എപ്പോഴും നമുക്കുണ്ട്. ഇപ്പോൾ ഒരു 2-3 വർഷം കഴിയുന്ന സമയത്ത് കുട്ടിയെ നമ്മൾ LKGയിലോ UKGയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സുകളിൽ ചേർക്കേണ്ട ഒരു സമയം വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ഒരു ഫണ്ട് വേണം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വരിക, ജോലി നഷ്ടപ്പെടുന്ന കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് ഒരു ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടച്ച തുകയുടെ ഒരു സറണ്ടർ വാല്യൂ കണക്കാക്കിയിട്ട് അതിൻ്റെ 90% വരെ നമുക്ക് ലോണായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 1 വർഷം കഴിഞ്ഞിട്ട് ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും രക്ഷിതാവിന് എടുക്കാം. അത് ആവശ്യത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അത് 90% വരെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പദ്ധതി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റേതൊരു പദ്ധതിയേക്കാൾ കൂടുതൽ നമുക്ക് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്വപ്നം ഏറ്റവും ഭംഗിയായിട്ട് നിറവേറ്റാൻ പറ്റുന്ന സ്കീമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ LICയുടെ ഈ ജീവൻ ലക്ഷ്യ എന്ന് പറയുന്ന പദ്ധതി ഇത്രയധികം ജനപ്രിയ പദ്ധതിയായിട്ട് മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഒരു 1-to-1 തന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ബെനിഫിറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ സ്കീമിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്ന 3 കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് അറിയാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല പദ്ധതികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.